ഇരവിപുരത്ത് ചെറിയൊരു തകരാറുണ്ട് പോളിംഗ് സാമഗ്രികളിൽ എവിടെയോ എന്ന് നമ്മുടെ ജയശങ്കർ മെസ്സേജ് അയച്ചിരുന്നു. ജയശങ്കർ, പരിഹരിച്ചോ? ഇരവിപുരത്താണോ പ്രശ്നം വോട്ടിംഗ് മെഷീനിൽ? അതായത് വിനീത, ഇരവിപുരം മണ്ഡലത്തിലെ ക്രിസ്റ്റ സ്കൂളിലെ 50-ാം നമ്പർ ബൂത്തിലെ പോളിംഗുമായി ബന്ധപ്പെട്ട മോക്ക് പോളിംഗ് നടത്തിയ ഘട്ടത്തിലാണ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. നിലവിൽ അത് പരിഹരിച്ചു എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒപ്പം തന്നെ കുണ്ട്ര മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 81-ലും ചില പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമം നിലവിൽ തുടരുകയാണ്. എന്തായാലും സാങ്കേതിക പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ ചെറിയ തോതിലുണ്ട്. പക്ഷെ അതൊക്കെ വേഗത്തിൽ പരിഗണിച്ച ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ശരി, ഏതായാലും പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. നമ്മുടെ ജയശങ്കർ അവിടെ എത്തിയല്ലോ, പിന്നെ എന്തായാലും പ്രശ്നം പരിഹരിക്കും. എസ് ശരൺ കൂടി ചേരുന്നുണ്ട്. ശരൺ ഉള്ളത് വടക്കാഞ്ചേരിയിലാണ്. അവിടെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യാൻ എത്തുന്ന സ്കൂളാണ് മണലിത്തറ ജനകീയ വിദ്യാലയം. ഒരുപക്ഷെ ഏറ്റവും നെഞ്ചിടിപ്പ് ശോഭാ സുരേന്ദ്രനായിരിക്കും ഈ സമയത്ത്. കാരണം അവിടെ വോട്ടിന് പണം നൽകി എന്നൊക്കെയുള്ള ആരോപണം നിലനിൽക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ഇന്നലെ അതിന്റെ വിവാദം കത്തിപ്പടർന്ന ഒരു സമയത്താണ്. ശോഭാ സുരേന്ദ്രന് ടെൻഷൻ ഉണ്ടോ അറിയില്ല. നമുക്ക് വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ എന്തായാലും പ്രതികരണം തേടാം. ശരൺ, അവിടെ വോട്ടർമാർ എത്തി തുടങ്ങിയോ? വിനീത, ഞാനുള്ളത് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മണലിത്തറ ജനകീയ വിദ്യാലയത്തിലാണ്. നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. വോട്ടർമാർ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അതിനും വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്പസമയത്തിനകം തന്നെ ശോഭാ സുരേന്ദ്രൻ, പാലക്കാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നലെ വലിയ രീതിയിൽ തന്നെ വിവാദമായ വിഷയമാണ് ഈ വോട്ടിന് വേണ്ടി പണം നൽകിയെന്നുള്ള ആരോപണം ഉയർന്നു. അതിന് പിന്നാലെ പോലീസ് കേസെടുത്ത സാഹചര്യമുണ്ട്. കണ്ടാലറിയാവുന്ന, തിരിച്ചറിയാവുന്ന NDA പ്രതിനിധികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലടക്കമുള്ള പ്രതികരണം ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. LDF സ്ഥാനാർത്ഥിയായി സേവ്യർ ചിറ്റിലപ്പള്ളിയും UDF സ്ഥാനാർത്ഥി PN വൈശാഖും. രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയവരുണ്ട്. നമുക്ക് ചെറുതായി അവരുടെ പ്രതികരണം കൂടി തേടാം. തീർച്ചയായിട്ടും വിനീത, എന്തായാലും ചേട്ടാ, വെയിൽ വരുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്യാൻ നേരത്തെ വന്നു. നേരത്തെ ഒന്നും പഠിക്കാൻ പോകാറുണ്ട്. നേരത്തെ ഒന്ന് വോട്ട് ചെയ്യാം. എല്ലാ തവണ ഇങ്ങനെയാണോ? നേരത്തെ 7 മണിയാകുമ്പോൾ പഠിക്കുന്നത് ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലേ? ശരി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. അദ്ദേഹം പറവൂരിൽ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വോട്ട് ചെയ്യാൻ എത്തുന്ന പേരാവൂരിലെ സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് സ്കൂളിൽ അവിടെ വലിയ നീണ്ട നിരയുണ്ടെന്ന് നമ്മുടെ അർജുൻ കല്യാട് പറയുന്നുണ്ട്. ഒപ്പം MP രാജേഷ് വോട്ട് ചെയ്യുന്നത് എൻ്റെ വീടിനടുത്തുള്ള കൈലിയാടുള്ള സ്കൂളിലാണ്. അവിടുത്തെ ദൃശ്യങ്ങളുമായി ആദിൽ പാലോടുകൂടി ശരി, നമുക്ക് ഇതാ KS ശബരിനാഥ് അവിടെ എത്തിയ ദൃശ്യങ്ങൾ കണ്ടു. എല്ലാ പ്രമുഖരുടെയും വോട്ടുകൾ ആദ്യം പ്രേക്ഷകർ റിപ്പോർട്ടറിൽ കാണാം. ഒപ്പം വോട്ടിംഗ് ശതമാനം നോക്കൂ, നമുക്ക് വലത് സൈഡിലെ സ്ക്രീനിലുണ്ട്. മുകളിൽ വോട്ടിംഗ് ശതമാനം കാണാം. ഒപ്പം ചില സർപ്രൈസുകൾ കൂടിയുണ്ട്. ഡോക്ടർ അരുൺകുമാർ കൂടി എത്തിയ സർപ്രൈസുകൾ നമ്മൾ പൊട്ടിക്കും.